ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 മുട്ട കൊണ്ട് പാത്രം നിറയെ സ്നാക്കായിട്ട് തയ്യാറാക്കുന്നത്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം നല്ലോണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് 1 ടേബിൾ സ്പൂണും അധികം ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ചേർക്കുമ്പോൾ പാകത്തിനുള്ള മധുരമാണ് ഉള്ളത് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് അടിച്ച് പതിപ്പിച്ച് മിക്സാക്കി എടുക്കണം. പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇതുപോലെ മിക്സാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ മുട്ടയൊന്നൊരൽപ്പം ലൂസായി വരും, പഞ്ചസാര നമ്മൾ അടിച്ച് മെൽറ്റാക്കി എടുക്കുമ്പോൾ. ഇനി ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ തിളപ്പിക്കാത്ത പാലാണ് എടുത്തത്. നിങ്ങളെടുത്ത് തിളപ്പിച്ചതാണെങ്കിലും ചൂടില്ലാതെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണിൻ്റെ താഴെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ബേക്കിംഗ് സോഡ കയ്യിലില്ലെങ്കിൽ പകരം ബേക്കിംഗ് പൗഡർ ആയാലും മതി. അപ്പോൾ 1/4 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ആകുമ്പോൾ 1/4 ടീസ്പൂണിൻ്റെ താഴെ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം. ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോയിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കാണാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടി ശ്രദ്ധിക്കണേ. ഒരു 1/4 ടീസ്പൂൺ ഫ്ലേവറിനായിട്ട് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ പകരം ഏലക്കപ്പൊടി ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തത്. ആ മൈദ ഫുള്ളായിട്ട് ഇതിലേക്ക് ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് മാത്രം ചേർത്തിട്ട് നമുക്ക് മിക്സാക്കി നോക്കിയിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ 1 കപ്പ് മൈദ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് ചേർക്കരുത് കേട്ടോ. കുറച്ച് വീതം ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് വേണം കുറച്ച് ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി കാണുകയുള്ളൂ. അപ്പോൾ ഇതെനിക്കൊരു 3 ടേബിൾ സ്പൂണോളം വരുന്ന മൈദ ബാക്കിയുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും മതിയാകും. 1 കപ്പിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് ബാക്കി വന്നത്. ബാക്കി ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സിങ് വളരെ പ്രധാനമാണ്. നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം കേട്ടോ. മിക്സാക്കി എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. എനിക്ക് കുറച്ച് തൊണ്ടവേദനയും ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്ക് സൗണ്ട് ഒന്ന് മാറുന്നത് കേട്ടോ. സൗണ്ടിന് ചെറിയൊരു കരകരപ്പ് വരുന്നത്. ഞാൻ ഇതിലേക്ക് ഒരല്പം ബദാമിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്കിപ്പായി പോയിട്ടോ. അതാണ് ഞാനത് കാണിച്ചു തന്നത്. ആ മഞ്ഞ കളർ വന്നത് അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കരുത്, ഓയിൽ തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്കൊരു തവി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ തവി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ഭാഗത്തോളം നമ്മളിവിടെ റെഡിയാക്കി വെച്ച മാവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വരുന്നില്ല. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു ചായ തിളക്കുന്ന സമയം മതി നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയേക്കാണ്. കുട്ടികൾക്ക് ബേക്കറിയിൽ നിന്നും പലഹാരങ്ങളൊന്നും വാങ്ങിക്കഴിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഒരു 2 മുട്ടയും വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകളും മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ഒരു ചായ തിളക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന സ്നാക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. ഒരെണ്ണമായി കഴിയുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. എണ്ണയിൽ ആ സ്പൂണൊന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിക്കോളും. ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിലും വെക്കരുത്. അതിൽ നിന്ന് ഒരല്പം താത്തി വെക്കണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് ഓയിൽ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ ഓയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സ്പൂണിൽ നിന്ന് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിക്കോളും. സ്പൂണിന് ചെറിയൊരു ചൂടുണ്ടാവണം, ഒരല്പം എണ്ണയും അതിലുണ്ടാവണം, അത്രേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഒരു ഭാഗം ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കും വേണം കേട്ടോ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാമല്ലോ അല്ലേ? എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ലേ? വളരെ കുറച്ച് ചേരുവകളല്ലേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം.
അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാൻ അതേ മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നല്ല ചൂടോടു തന്നെയാണ് ഇതാക്കുന്നത്. നിങ്ങൾ കുറച്ച് ചൂടാറിയതിന് ശേഷം കഴിച്ചാൽ മതി കേട്ടോ. ചൂടൊന്ന് തണുത്തിട്ടാണ് കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇത് ഉള്ളൊക്കെ നല്ല വെന്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യാം കേട്ടോ. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.